വർഷങ്ങളായി നാണയങ്ങളും പുരാവസ്തുക്കളും കറൻസികളും ശേഖരിച്ച് അതിനെക്കുറിച്ച് പഠനം നടത്തുന്നു. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ കൽക്കട്ട നാണയ കമ്മട്ടശാല പുതുതായി പുറത്തിറക്കിയ 525 രൂപയുടെ നാണയമാണ്. രാജ്യത്ത് ആദ്യമായി 525 രൂപയുടെ നാണയം പുറത്തിറക്കി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊൽക്കത്ത നാണയ കമ്മട്ടശാലയിൽ നിന്നാണ് നാണയം പുറത്തിറക്കിയത്. രാജസ്ഥാനിലെ രാജപുത്ര രാജകുമാരിയും നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത മീര ഭജനുകളുടെ കർത്താവുമായ മീരാബായിയുടെ 525ാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് നാണയം പുറത്തിറക്കിയത്. 50 ഗ്രാം വെള്ളി, 40 ഗ്രാം ചെമ്പ്, 5 ഗ്രാം നിക്കൽ, 5 ഗ്രാം സിങ്ക് എന്നിവയാണ് നാണയ നിർമ്മാണത്തിന് ഉപയോഗിച്ച ലോഹങ്ങൾ. രജപുത്ര റാണിയായ സെന്റ് മീരാബായിയുടെ 525ാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നാണയം പുറത്തിറക്കിയത്. ഈ നാണയത്തിന്റെ ബുക്കിംഗ് വില 3513 രൂപയാണ്. പൊതുവിപണിയിൽ ഒരിക്കലും ഈ നാണയം ലഭ്യമല്ല. ഈ നാണയം 35 ഗ്രാമാണ്. 50% വെള്ളിയും 40% കോപ്പറും 5% നിക്കലും 5% സിങ്കും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ നാണയം നിർമ്മിച്ചിട്ടുള്ളത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 44 മില്ലിലിറ്റർ വ്യാസമുള്ള നാണയത്തിന് 35 ഗ്രാം തൂക്കമുണ്ട്. പൊതുവിപണിയിൽ ഇറക്കാത്ത ഈ നാണയം സ്വന്തമാക്കണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. 3513 രൂപയാണ് നാണയത്തിന്റെ ബുക്കിംഗ് വില. 20, 25, 50, 60, 75, 100, 125, 150, 175, 200, 250, 350, 400, 500, 550, 1000 എന്നീ ഇന്ത്യൻ നാണയങ്ങൾ റിസർവ് ബാങ്ക് നേരത്തെ പുറത്തിറക്കിയിരുന്നു. തൃപ്പനച്ചി AUP സ്കൂൾ അധ്യാപകരും പുരാവസ്തു നാണയ സൂക്ഷിപ്പുകാരനായ MC അബ്ദുൽ അലിയുടെ കൈവശം ഈ നാണയം എത്തിയിട്ടുണ്ട്. നാണയം ആവശ്യമുള്ളവർക്ക് നേരത്തെ ബുക്ക് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. ഇതിന് മുന്നേ 1000 രൂപയുടെ നാണയവും 500 രൂപയുടെ നാണയവും 550 രൂപയുടെ നാണയം, 200 രൂപയുടെ നാണയം, 400 രൂപയുടെ നാണയമൊക്കെ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയെങ്കിലും 525 രൂപയുടെ നാണയം ആദ്യമായിട്ടാണ് പുറത്തിറക്കുന്നത്. ഓക്കെ, താങ്ക് യു.